ഗൈസ്, അപ്പൊ ഞങ്ങള് പോകുമ്പോ ഇവിടെ ഇപ്പൊ കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിക്കായിരുന്നു. അപ്പം തോന്നി ഇതിപ്പൊ അങ്ങോട്ട് പറഞ്ഞേക്കാം. ലൈക്ക് ഞങ്ങള് കുറെ കമന്റ്സിൽ വരാറുണ്ട്, നമ്മളെ ഏജ് ശരിയല്ല, നമ്മള് മാച്ച് അല്ല, തള്ള വൈബ്, തന്ത വൈബ്, അങ്ങനെ കുറെ കമന്റ്സ്. നീ എന്നെ വിഷമിപ്പിക്കാതിരിക്കാതെ പറഞ്ഞു. കുഴപ്പമില്ല, ആൾക്കാരായിട്ട് തള്ളാതെ പച്ചക്ക് വിളിക്കാറുണ്ട്. നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. അതിന് റിപ്ലൈ വെച്ചാൽ ഐ എം സോ ലക്കി ടു ഹാവ് ഹെർ ഗൈസ്. കാരണം എന്നെ അടുത്തിരുത്തി ഇങ്ങനെയൊക്കെ പറയണം. അതുകൊണ്ടല്ല, കാരണം വെച്ചാൽ എന്റെ ലൈഫിൽ സംഭവിച്ച വലിയൊരു ശരിയാണ് ആൽഫി. അതുപോലെ തന്നെ വലിയൊരു ജെമ്മാണ്, മനസ്സിലായി, ജെമ്മാണ്. കാരണം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. കുറെ ആൾക്കാർ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയും. നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാർമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഇത്തിരി ദയുണ്ടായാൽ മതി. മറ്റുള്ളവരുടെ വിശ്വാസത്തോട് ഇത്തിരി റെസ്പെക്ട്. ഇവിടെ ചെക്ക് ബോക്സ് പറഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷ് സംസാരിക്കുന്ന, കുറച്ച് ഹൈറ്റും കുറച്ച് മസിലും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ആളാണ് ഇവിടെ ചെക്ക് ബോക്സിൽ ഉണ്ടായിരുന്നത്. പിന്നെ മേ ബി കമന്റ് ഇടുന്നവര് കുറച്ച് ലൈക്ക് ഓവർ ഏജ്ഡ് ഉള്ളവരായിരിക്കും. അറിയില്ല ഏത് കാറ്റഗറിയാണ് കമന്റ്സ് ഇടുന്നതെന്ന്. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കുമ്പോണ്ടല്ല എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. പക്ഷെ നമ്മള് നമ്മുടെ മാരേജില് വളരെ ഹാപ്പിയാണ്, പൊളിക്കാണ്. എനിക്കൊരൊറ്റ പ്രാർത്ഥനയാണ്, അവര് തമ്മിൽ എത്രയും പെട്ടെന്ന് അടിച്ചു പിരിയണേ. നീ എന്ത് വൃത്തിയായിട്ടവനാടാ? എന്താ എനിക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല? പിന്നെ എങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്? പിന്നെ